സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രമെന്ന ആശയത്തിന് കൂടുതൽ പിന്തുണകൾ ലഭിക്കുന്നു. ഫ്രാൻസും യുകെയും കാനഡയും ഈ ആശയത്തെ പിന്തുണച്ച് രംഗത്ത് വന്നു. ഇതിനു പിന്നാലെ ഇപ്പോൾ സൗദി അറേബ്യയും സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി. പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതുവരെ ഇസ്രയേലുമായി ഒരു ബന്ധവുമില്ലെന്ന് സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു. ഗാസയെ മറ്റു പാലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന് വേർപെടുത്താനുള്ള ഏതൊരു ശ്രമത്തെയും സൗദി നിരാകരിക്കുമെന്നും മന്ത്രി ഊന്നി പറഞ്ഞു. ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കലെന്ന വിഷയത്തിൽ സൗദി അറേബ്യയുടെയും ഫ്രാൻസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ന്യൂയോർക്കിൽ UN ആസ്ഥാനത്ത് നടന്ന അന്താരാഷ്ട്ര സമ്മേളനം സമാപിച്ച ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് സൗദി മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക, ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക, മാനുഷിക സഹായങ്ങൾക്ക് അനിയന്ത്രിതമായ പ്രവേശനം ഉറപ്പാക്കുക എന്നിവ ഉൾപ്പെടെ വെടിനിർത്തൽ കരാർ വീണ്ടും സജീവമാക്കുന്നതിനുള്ള ഈജിപ്ത്, ഖത്തർ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ സൗദി അറേബ്യ പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്നും വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചു. എല്ലാവരും സുരക്ഷ ആസ്വദിക്കുകയും സഹകരണത്തിനും സംയോജനത്തിനും പങ്കിട്ട അഭിവൃദ്ധിക്കും വഴികൾ തുറക്കുകയും ചെയ്യുന്ന സമഗ്രമായ പ്രാദേശിക സമാധാനം കൈവരിക്കുന്നതിനുള്ള അടിസ്ഥാന കവാടമാണ് ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള സമാധാനം.